ഓ ഇതാ കമ്പി വെച്ചിട്ട് ഇത് കുഞ്ഞായിരുന്ന സമയത്ത് കെട്ടിയതാ. ഇത് കണ്ട ഇതിന്റെ ഇനിയും ഭംഗി വരുന്ന ഇത് തിക്കായി വരുന്നതോറും ഇത് ഭംഗി കൂടി 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 വരും. കണ്ടാ എന്നാലും ഇതിനൊരു ഫീല് കിട്ടുള്ളൂ അല്ലേ? വണ്ണം വെച്ച് കഴിയുമ്പോഴേ സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ അത്രയും ഇതുണ്ടാവില്ല. അതിപ്പോ എല്ലായിടത്തും ഉള്ളതല്ലേ അത്. ഇതിപ്പോ നമ്മൾ അവനൊരു എന്താണ് ഒരു സ്ട്രക്ചർ പോലെ ആക്കി എടുത്തിരിക്കുന്നു. ഇതിനേക്കാളൊക്കെ എത്ര രസമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ചില ആൾക്കാരുണ്ട് നമ്മളോട് വന്നിട്ട് പറയേ, ഇപ്പൊ പുളിയുടെ തയ്യൊക്കെ പഠിക്കാൻ ആൾക്കാർ വരും. അവര് വന്നിട്ട് പറയും, ചേട്ടാ ഒന്ന് കമ്പി കെട്ടി തരാൻ പറയും. പുളിയുടെ തുരകള് ഞാൻ പറയും ഒരു 250 എക്സ്ട്രാ തരണമെന്ന് പറയും. എന്നാലും റെഡിയാണ് അവർക്ക്. കമ്പിയുടെ വില അല്ലല്ലോ, ആ വർക്കിനാണ്. പിന്നെ അവര് കൊണ്ടുപോയി വെച്ചാൽ മതി. അത് കഴിയുമ്പോ അത് പയ്യെ അത് അഴിച്ചു കളയാം അല്ലേ? കുറച്ച് കഴിയുമ്പോ അത് അഴിച്ചു കളയാം. നമ്മള് വാച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഈ കമ്പി ഇരിക്കുമ്പോഴത്തേക്ക് തടി വണ്ണം വെച്ച് വരുമല്ലോ. വണ്ണം വെച്ച് വരുമ്പോഴത്തേക്കും തടിയിലേക്ക് കമ്പി ഇറങ്ങി പോകും. അതിനു മുമ്പ് അത് അഴിച്ചു കളയണം. അല്ലെങ്കിൽ പാട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഏത് ചെടി നോക്കിക്കഴിഞ്ഞാലും ശരി, നമ്മൾ നല്ലപോലെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമ്പി എടുത്തിട്ടുണ്ടോ എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളത് കാണിച്ചു കൊടുത്തോ. ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, എന്തെല്ലാം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ അത് ഓരോന്നും നമ്മൾ കൊടുക്കുന്ന പ്രഷറിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കുറച്ച് ആളുകളുടെ നമ്മൾ പഠിക്കുള്ളൂ. ഏതെല്ലാം ചെടി എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് മേക്ക് ദ പെർഫെക്റ്റ് മാൻ എന്ന് പറയണ പോലെ എല്ലാവരോടും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ എയർ പ്ലാന്റ്സും ഉണ്ട് ഞങ്ങൾ. ഇതൊക്കെ എയർ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എയർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു മരത്തിന്റെ കഷ്ണത്തിൽ ഇരിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാതെ വെറുതെ ഇങ്ങനെ ഒരു കമ്പിമേൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം വളരും. വെള്ളം വേണം എല്ലാ ആവശ്യം. ഇത് എയർ പ്ലാന്റ്. ഇതിനകത്ത് പൂക്കളുണ്ട്. അതായത് പൂവ് ഉണ്ടാകാൻ പോവാണ്. കണ്ടോ? ഇതിന് മറ്റേ വേരൊന്നുമില്ല. വേരുണ്ടെങ്കിൽ തന്നെ വേരിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കിടക്കുന്നുണ്ട് ദൂരം കിടക്കുന്നതിനകത്ത് മണ്ണില്ലാതെ തന്നെ വളരും. അതിന്റെ സെല്ല് ചെയ്യാനുള്ള പീസസ് ആണ് കിടക്കുന്നത്. കണ്ടാ വിൽക്കാനുള്ള സാധനങ്ങളാണത്. ഇതിന്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പോകും. ശരിക്ക് നല്ല അതൊക്കെ ഒന്നും ഒറ്റയ്ക്ക് പോകേണ്ടതാണല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ക്ലസ്റ്ററായിട്ടും എല്ലാം കൂടി അങ്ങ് പൂത്ത് വരും. ഒരു റെഡ് കളറൊക്കെ ഇതിനകത്ത് കണ്ടോ? അതിന്റെ തന്നെ ക്ലസ്റ്ററായിട്ടുള്ളതുണ്ട്. എല്ലാം കൂടി പൂത്തി കിടക്കുന്നത്. കണ്ടോ? ഇത് കുറെ സിനിമക്കാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പണ്ട് അവിടെ ഇടാനായിട്ട്. പക്ഷെ അവരെ അതിന്റെ പൂക്കളെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണോ അതോ ഇതിന്റെ തന്നെ നിറം മാറും? അതായത് ഇലയുടെ തന്നെ ഇല തന്നെ കളർ ചേഞ്ച് ആകണം. കളർ ചേഞ്ച് ആയിട്ട് ആക്ച്വലി അതല്ല പൂവ്. ഈ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് ആകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു മിമിക്രി പോലെയാണ്. അതായത് മറ്റുള്ള തേനീച്ചനെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിട്ട് ഈ കളർ കണ്ടുകൊണ്ട് വരും. പൂ വരുന്നതിനകത്തു നിന്നാണ്. കണ്ടാ വരുന്നുണ്ടോ? ഒരു വെള്ള കളറിലൊരു പൂ ഇങ്ങനെ ഒരു കുറ്റി പോലെ വരും. കുറ്റി പോലെ വന്നിട്ട് അതിനകത്താണ് അതിന് വിത്തൊക്കെ ഉണ്ടാകുന്നത്. ആ ചെടി കംപ്ലീറ്റ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പൂക്കളായിരുന്നു. കണ്ടാ എല്ലാം പൂവായിട്ട് നിൽക്കായിരുന്നു. കണ്ടാ വളരെ കാലം മുമ്പ് തന്നെ ഞങ്ങളുടെ എയർ പ്ലാന്റ്സ് നിർത്തിയതാണ്. എയർ പ്ലാന്റ്സ് ടിലാൻസിയ എന്ന് പറയും. ടിലാൻസിയ. ഒരു സംശയം ചോദിച്ചിട്ട്, ഇതുപോലത്തെ തൈകൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ട്രിം ചെയ്ത് ആക്കിയതാണോ? അതിനാവശ്യമില്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഇതെല്ലാം അഡീനിയം ഒബേസമാണ്. ഒബേസം വരുന്നത് എന്താണ് വളരുന്ന വേറൊരു ടൈപ്പിലാണ്. നമ്മൾ അതേ നമ്മൾ ആ സമയത്ത് നമ്മൾ അറബിക്കം എന്ന് പറയുന്ന സമയത്ത് അഡീനിയം അറബിക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വളരുന്നത്. വ്യത്യാസം ഉണ്ടാവില്ല. ബ്രാഞ്ചസ് കൂടുതലായിട്ട് വന്നിട്ട് ചെറുതായിരിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബ്രാഞ്ചസ് എങ്ങനെ ഇടാൻ തുടങ്ങും.
ചുരുണ്ടിരിക്കും കണ്ടോ. പിന്നെ അടിയിൽ നിന്ന് നീങ്ങുള്ളതല്ല, പിന്നെ തീരെ പൊടിയല്ല. അങ്ങനെ എന്തോരം വെറൈറ്റീസ് ഉണ്ടെന്ന് അറിയാമോ. നമുക്കാരോ പറഞ്ഞാൽ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഡെവലപ്മെന്റ്സിനൊന്നും നിൽക്കുന്നില്ല. അടീനിയൊക്കെ ഞാൻ നിർത്തി വെച്ചിരിക്കുക. ഈ പറഞ്ഞ അടീനിയത്തിന്റെ ഒക്കെ ഒറിജിൻ ജാപ്പനീസ് ഇല്ല, ജപ്പാനൊന്നും അല്ല. ഇത് മെക്സിക്കൻ ഉണ്ട്, അറേബ്യൻ ഉണ്ട്. സൊക്കോട്ട ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് കേട്ടിട്ടുണ്ടോ? ഒമാൻ അടുത്തുള്ള ഒരു ഐലൻഡാണ് സൊക്കോട്ട. സൊക്കോട്ട എന്ന് പിടിച്ചിട്ടേ സൊക്കോട്ട എന്ന് പറഞ്ഞിട്ട് വെറുതെ അടിച്ചു നോക്കിയാൽ മതി. അവിടെയുള്ള അടീനിയം കണ്ടു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ അത്രയുള്ള അടീനിയൊക്കെ നിൽക്കുന്നത്. ഭയങ്കര സൈസ് അടി. ഇതിന്റെ തന്നെ വലുത്, ഇതിന്റെ തന്നെ ഭയങ്കര സൈസ്. ഇത് മാത്രം എല്ലാ ടൈപ്പ്, അതായത് ഈ സൊക്കോട്ട ഐലൻഡിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ കാണാത്ത പല പക്ഷികളെയും സസ്യജല ജീവികളെയും അതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് സൊക്കോട്ട. സൊക്കോട്ടയിലുള്ള ഈ SOCO അന്ന് ഈ സൊക്കോട്ടറൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ സൊക്കോട്ട നമ്മുടെ പടം അല്ല കേട്ടോ. അതായത് നാനോ ലീഫ് എന്ന് പറയും. കണ്ടിട്ടുള്ള പക്ഷെ എല്ലാ സ്ഥലത്തും പിടിക്കില്ല കേട്ടോ.